അങ്ങനെ നമ്മൾ ബാത്റൂം കൺസീലിംഗ് തുടങ്ങിയിട്ടുണ്ട്. ബാത്റൂം കൺസീലിംഗ് കഴിഞ്ഞ് നമ്മൾ പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബാത്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് സിംഗിൾ പീസിൻ്റെ ഒരു 300 mm ക്ലോസറ്റ് വെക്കാൻ വേണ്ടി ഹെൽമെറ്റ് ക്ലോസറ്റ് അതുപോലെ ഫ്ലഷിനും വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് ഷവറും കാര്യങ്ങളും വരുന്നത്. ഡൈവർട്ടറൊക്കെ വരുന്ന ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് പാർട്ടിയുടെ ഇഷ്ടപ്രകാരം. അതുപോലെ നമ്മൾ സുപ്രീമിൻ്റെ STR11 നമ്മൾ CPVC പൈപ്പാണ് ഇവിടെ യൂസ് ചെയ്തത്. മൊത്തം എടുത്തേക്കുന്ന CPVC പൈപ്പാണ്, 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഹാഫ് ഡസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ഇഞ്ച് പൈപ്പ് ടാപ്പോട്ട് വെക്കാനുണ്ട്. അതേപോലെ നമ്മൾ ഡൈവേർട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളം തണുത്തവെള്ളം വരാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ സെറ്റാക്കി നേരെ താഴെ സ്പൗട്ടാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളവും അതുപോലെ റൈറ്റ് സൈഡ് തണുത്ത വെള്ളവും, ടോപ്പിൽ ഷവറും അതേപോലെ താഴെ സ്പൗട്ടുമാണ് വരുന്നത്. അതായത് ടാപ്പിനുള്ള ഓപ്ഷനുമാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഡൈവേർട്ടർ സെറ്റാക്കി നമ്മൾ ചാന്തും ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ചാന്ത് കവർ ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അതിന് പ്രഷർ ചെക്ക് ചെയ്യാനുള്ളതാണ്. അതുപോലെ നമ്മൾ നേരെ അടിച്ച് ഹീറ്ററിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾ വെളിയിലോട്ട് നല്ല ഇതേപോലെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, സോളാറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മുൻകൂട്ടി ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹീറ്റർ യൂസ് ചെയ്യാം, അതല്ല സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോളാറിൻ്റെ കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്ക് ടൈലൊക്കെ ഇട്ടതിന് ശേഷം വെട്ടിപ്പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പം തന്നെ നമ്മൾ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ആ റെഡ്യൂസർ വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ചാന്ത് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി വെള്ളം കയറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം എടുത്തേക്കുന്ന 1 ഇഞ്ച് പൈപ്പാണ് നമ്മൾ CPVC ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെറിയൊരു ബാത്റൂം കൂടാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്കിയിട്ടുണ്ട്. ക്ലോസറ്റ് മാത്രമേ ഉള്ളൂ തിരിച്ചും മറിച്ചും വരുന്നത്. അതേപോലെ തന്നെ ഡൈവേർട്ടിൻ്റെ ഇത്രയും ഭാഗത്ത് നമുക്കിനി ടൈൽ ക്യാപ്പാണ് വരുന്നത്. മാക്സിമം ലെവലാണ് അത് അതിൻ്റെ പാക്കിംഗ് കവർ തന്നെ കൊടുത്തേക്കുന്നത്. അതിനനുസരിച്ച് മാത്രം നമുക്ക് സെറ്റാക്കി വിട്ടാൽ മാത്രം മതി. ഇതിന് ശേഷം നമ്മൾ പ്രഷറെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ളും ചാന്ത് ചെയ്ത് കവർ ചെയ്യണം. മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കും, കാരണം ടൈൽസുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥ വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വിടാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ